തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. ഹലോ ഇന്ദ്രേട്ടാ, അച്ഛന്റെ മരുന്നിന്റെ ചീട്ട് അയച്ചിട്ടുണ്ട്. അതിലെ 2ാമത്തെ ടാബ്ലറ്റാ വേണ്ടത്. മറക്കാതെ വാങ്ങിക്കൊണ്ട് വരണേ. രാത്രി കഴിക്കാൻ ടാബ്ലറ്റ് ഇല്ല. അമ്മ വാങ്ങിക്കൊണ്ട് വരുന്നു പ്രതീക്ഷിച്ചിരുന്ന അച്ഛന്റെ അസുഖം കൂടെ ഉള്ളൂ. മറക്കാതെ വാങ്ങണേ ഇന്ദ്രേട്ടാ, പ്ലീസ്. മോളെന്തിനാ എനിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അത് ഇന്ദ്രനൊരു ബാധ്യതയാവില്ലേ? ഇന്ദ്രേട്ടന് കാര്യം പറഞ്ഞ മനസ്സിലാവും അച്ഛാ. അമ്മയെ പോലെയല്ല. പിന്നെ അച്ഛൻ പറഞ്ഞില്ലേ ഇന്ദ്രേട്ടനെ അമ്മയിൽ നിന്ന് തിരിച്ചു പിടിക്കണമെന്ന്? അതിന് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താലല്ലേ പറ്റൂ. അച്ഛാ, ഈ വെള്ളം കുടിക്ക. അച്ഛൻ റെസ്റ്റ് എടുത്തോ. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അല്ല മോനെ, ഈ വില കുറഞ്ഞ കയ്യില് മതിയോ? മതി മതി, ഇത് വേറെ ആൾക്കാ. ജോലിക്കാർക്ക് കൊടുക്കാനാവൂല്ലേ? അല്ല, ഈ ഷർട്ടും കയ്യിലും മതിയല്ലോ അല്ലേ? മതി. ഇതെല്ലാം കൂടി ഇപ്പൊ എത്രയായി? എല്ലാം കൂടി 1200 രൂപയായി. അല്ല, പേയ്മെന്റ് എവിടെയാ? ബില്ല് അവിടെ കൊടുത്തേക്ക്. അവിടെയോ? ശരി. മോനെ, താങ്ക് യു. ശരി. ഇന്ദ്രൻ തുണിക്കടയിൽ കയറി എന്തോ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ആർക്കായിരിക്കും അത്? അടുത്തത് മെഡിക്കൽ സ്റ്റോറിലേക്കാണല്ലോ. അവള് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. ഒരുപക്ഷെ അയാൾക്ക് മരുന്ന് വാങ്ങിക്കാനായിരിക്കും. വണ്ടി എടുത്തോ. അഡ്വാൻസ് എന്തായാലും തിരിച്ചു തരാൻ പറ്റത്തില്ല. നിങ്ങൾ വേറെ ട്രിപ്പ് ബുക്ക് ചെയ്യുമ്പോൾ അഡ്വാൻസിന്റെ പകുതി അതിൽ കുറച്ചു തരാം. ശരി. സത്യ, അവന്മാരെ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. സത്യ, നീ ഇതെവിടെയാ? എന്താ എടാ, നാളത്തെ കൊടൈക്കനാൽ ട്രിപ്പ് ക്യാൻസലായി. ക്യാൻസൽ ആയതാണോ അതോ ഡേറ്റ് മാറ്റിയതാണോ? ക്യാൻസൽ ചെയ്തതാ. എന്നിട്ട് അഡ്വാൻസ് തിരിച്ചു കൊടുക്കാൻ ഞാൻ പറഞ്ഞു പറ്റില്ലെന്ന്. തലേ ദിവസം വിളിച്ച് ട്രിപ്പ് ക്യാൻസൽ ചെയ്താ അഡ്വാൻസ് അങ്ങനെ തിരിച്ചു കൊടുക്കും? വേറെ ഏതെങ്കിലും ട്രിപ്പ് എടുക്കാനും പറ്റത്തില്ലല്ലോ. അല്ല, എന്നിട്ട് അവരെന്തു പറഞ്ഞു? എന്നോട് കൂടുതലൊന്നും പറഞ്ഞില്ല. ചിലപ്പോ നിന്നെ വിളിക്കും. വിളിക്കട്ടെ. ബാക്കി എന്തെന്ന് വെച്ചാൽ അപ്പൊ നോക്കാം.
സത്യ ആ നീ ഇന്ന് വന്നത് മുതൽ ആകെ ഡള്ളാണല്ലോ. എന്തു പറ്റി? എന്തോ ഒരു ആലോചന? അല്ല, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സ്വസ്ഥത കിട്ടുന്നില്ല ശ്യാം. മനസാക്ഷിക്ക് നിരക്കാത്ത പലതിനും അറിഞ്ഞോ അറിയാതെയോ കൂട്ടു നിൽക്കുന്ന പോലൊരു തോന്നൽ. അത് ശരിയാ. പിന്നെ